രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത് എ സിയുടെ ആവറേജ് വാല്യൂവും RMS വാല്യൂ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സിനുസോയിഡലായിട്ടുള്ള ഒരു എ സിയുടെ വേവ് ഫോമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സും കൂടെ ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ മുന്നേയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നെന്ന് പറയുന്നത് ടൈം പീരീഡ്. ടൈം പീരീഡിനെ നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ടൈം പീരീഡ്? ടൈം പീരീഡ് എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ബൈ ദ വേവ് ഫോം ടു കംപ്ലീറ്റ് വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേവ് ഫോം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആയിരിക്കും. യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. അപ്പം എന്താണ് നമ്മുടെ ഫുൾ വേവ് ഫോം എന്ന് പറയുന്നത്? വൺ ഫുൾ വേവ് ഫോം കൺസിസ്റ്റ് ഓഫ് വൺ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് വൺ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ആവറേജ് വാല്യൂവിനെ പറ്റിയിട്ടാണ്. എന്താണ് ആവറേജ് വാല്യൂ? ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എ സിയുടെ അല്ലെങ്കിൽ സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ പറയുമ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ ആവറേജ് വാല്യൂ കാണാനായിട്ട് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പറയുമ്പോൾ അതിനകത്തുള്ള കുറേ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആർബിട്രറി വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ ഈ ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്നത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ സൈൻ വേവ് കടന്നു പോകുന്ന ഡിഫറൻറ്റ് വാല്യൂസാണ് ഞാൻ ഈ ഇൻഡു മാർക്ക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അത് എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള എത്ര ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് നമ്മൾ എടുക്കുന്നോ ആ അത്രയും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ ഈ സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്നിടത്തുള്ള ഓരോ സ്ഥലത്തുള്ള വാല്യൂസ് എ B C D അങ്ങനത്തെ വാല്യൂസ് ആണെന്ന് വിചാരിക്കുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ V ആവറേജ് എന്ന് പറയുന്നത് A + B + C + D ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആവറേജ് എടുക്കാൻ വേണ്ടി കണ്ടെത്തിയതെങ്കിൽ അത്രയും വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 20 എണ്ണം ആണെങ്കിൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഡിഫറൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് ആൻ AC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനുസോയിഡൽ വേവ് ഫോം എന്ന് പറയുന്നത്. ഈ ആവറേജ് വാല്യൂ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് സിനുസോയിഡൽ വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ കാണുന്നത് നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വഴിയാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വഴി നമ്മൾ കാണുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴിയിട്ടാണ്. അപ്പോൾ ആ ഇക്വേഷനാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആവറേജ് വാല്യൂ കാണുന്നതെന്ന് വെച്ചാൽ V ആവറേജ് ഈസ് ഈക്വൽ ടു 1/π. 1/π എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ടൈമാണ് 1/π. പൈ എന്ന് പറയുന്ന ടൈം പീരീഡാണ്. അതായത് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 0 to π ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് 1/π. അപ്പോൾ 1/π ആണ് പൈ എന്ന് പറയുന്നത് ടൈം പീരീഡ്. അപ്പോൾ നമ്മൾ അതേപോലെ ആവറേജ് കാണുന്നത് ഇൻ്റഗ്രൽ 0 to π. 0 to π വരെയുള്ള ടൈം ഡ്യൂറേഷനിലുള്ള ആവറേജ് ആണ് കാണുന്നത്. എന്നിട്ട് Vm sin ωt dωt. Vm sin ωt എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. അപ്പം Vm കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് Vmax എന്നുള്ള വാല്യൂവിനെ നമ്മൾ പുറത്തെടുത്തു. sin ωtയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -cos ωt ആണ്. -cos ωtയെ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ്സ് എന്താണ്? 0 to π. അപ്പം അത് നമ്മൾ വാല്യൂ കണ്ടെത്താനായിട്ട് ഈ മൈനസും കൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ -Vm/π ഇൻറ്റു cos ωtക്ക് നമ്മൾ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ cos upper limit cos pi minus cos lower limit cos 0.
അത് ചെയ്യുന്ന സമയത്ത് കോസ് പൈ എന്ന് പറയുന്നത് 0 ആണ്, കോസ് 180 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അവിടെ -1 എന്ന് വരും. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് Vm/π എന്ന് കിട്ടും. മൈനസും കൂടെ പോസിറ്റീവ് ആവും, Vm/π എന്ന് കിട്ടും. അപ്പം 1/πയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.637 Vm ആണ്. അപ്പോൾ V ആവറേജ് എന്ന് പറയുന്നത് 0.637 V മാക്സിമം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂവിൻ്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഇതേപോലെ തന്നെ ആവറേജ് വാല്യൂ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ RMS വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു DC വോൾട്ടേജിനെ പറ്റി ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചോ. അതായത് DC വോൾട്ടേജിൻ്റെ ഒരു DC വാല്യൂ ആണ് 240 വോൾട്ട് എന്ന് പറയുന്നത്. DC, AC അല്ല, DC. അപ്പോൾ ആ DCയുടെ 240 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം എനർജി തന്നെ തരുന്ന ACയുടെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ DC 240 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സെയിം എനർജി തരുന്ന ACയുടെ 240 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജിനെ പറയുന്ന വാല്യൂ ആണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അതായത് DC വാല്യൂ 240 എന്ന് പറയുന്നതിനെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് 230 അല്ലെ 230 ആണ്, 230 വോൾട്ട് AC ആണ്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ DC വോൾട്ടേജ്, ഒരു DCയുടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും എനർജിയും ഹീറ്റ് ഡിസിപ്പേഷനും തരുന്ന ACയുടെ കറസ്പോണ്ടിങ് വാല്യൂവിനെയാണ് നമ്മൾ RMS വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ DCയുടെ 240 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം എനർജി തരുന്ന ACയുടെ 240 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 240 വോൾട്ട് എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആയിരിക്കും? RMS വാല്യൂ ആയിരിക്കും. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പോൾ ഈ AC എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ വരുന്ന വോൾട്ടേജ് നമ്മൾ പറയും 230 വോൾട്ടാണെന്ന്. അതെന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? RMS വാല്യൂ ആണ്. അതല്ലാതെ മാക്സിമം വാല്യൂ ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് നമ്മൾ 230 വോൾട്ട് എന്ന് പറയുന്നത് ACയുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അപ്പോൾ ACയെ നമ്മൾ വിളിക്കുന്ന വോൾട്ടേജൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് AC ആണ് വോൾട്ടേജിന് നമ്മൾ പറയുമ്പോൾ അതെല്ലാം എന്ത് വാല്യൂ ആണ്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് ഈ വേവ് ഫോമിൻ്റെ 2 ഹാഫ് സൈക്കിളും കൺസിഡർ ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് വാല്യൂ ഒരു ഹാഫിൻ്റെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആവറേജ് വാല്യൂ നമ്മൾ 2 ഹാഫിൻ്റെയും കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ വേണേൽ കണ്ടുപിടിക്കാം. ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എടുക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എടുക്കും. അങ്ങനെ നമ്മൾ ഫുൾ ഹാഫ് സൈക്കിളിൻ്റെ, അതായത് ഫുൾ ഒരു ടൈം പീരീഡിൻ്റെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആവറേജ് വാല്യൂ ഓഫ് ദ സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറേ പോസിറ്റീവ് വാല്യൂസും ഉണ്ടാവും, കുറേ നെഗറ്റീവ് വാല്യൂസും ഉണ്ടാവും. ഇവർ തമ്മിലെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ആവറേജ് വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് AC ക്വാണ്ടിറ്റി ഓവർ എ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്, ഓവർ എ ഫുൾ കംപ്ലീറ്റ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആവറേജ് വാല്യൂവിൻ്റെ ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത് ഫുൾ വേവ് ഫോമിനെ വെച്ചിട്ടാണ്. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ തന്നെ, നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ VRMS സ്ക്വയറിനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് VRMS കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ RHSലുള്ള ഇക്വേഷൻ്റെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ റൂട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫുൾ സൈക്കിളിൻ്റെ ടൈം പീരീഡാണ്. 2π ഇൻ്റഗ്രൽ 0 to 2π Vm sin omega t തന്നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ആവറേജ് വാല്യൂ പോലെ തന്നെ. പക്ഷേ അതിൻ്റെ സ്ക്വയറാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. Vm sin omega tയുടെ സ്ക്വയറാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് റൂട്ട്, അതായത് സ്ക്വയറിൻ്റെ മീൻ എടുത്തു. ഇനി അതിൻ്റെ റൂട്ട് എടുക്കണം. കണ്ടോ, VRMS കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ മേളിൽ എഴുതിയിരിക്കുന്ന RHSലുള്ള ഇക്വേഷനെ മൊത്തം അതിൻ്റെ റൂട്ടും കൂടെ എടുക്കണം ലാസ്റ്റ്.
അപ്പോൾ ഇത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചൊരു സ്റ്റെപ്സ് വരും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വരുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ആ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് റൂട്ടും എടുത്ത് കഴിയുമ്പോൾ VRMS എന്ന് പറയുന്നത് Vmax ബൈ √2 എന്ന് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ Vmax എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VRMS ഇൻറ്റു √2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ Vmax എന്ന് പറയുന്നത് 1.414 VRMS ആയിരിക്കും. √2ൻ്റെ വാല്യൂ ആണ് 1.414. അപ്പോൾ നമ്മുടെ ഈ ആവറേജ് RMS വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് FACSൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ 2 പോയിൻറ്റ്സ് ആണ് നമ്മൾ രണ്ട് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 ഫാക്ടേഴ്സാണ്. ഒന്ന് പീക്ക് ഫാക്ടറും ഒന്ന് ഫോം ഫാക്ടറും. ആദ്യം നമ്മൾ പീക്ക് ഫാക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിനുസോയിഡൽ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ നിങ്ങളോട് ക്രസ്റ്റ് ഫാക്ടർ എന്ന് ചോദിച്ചാലും പീക്ക് ഫാക്ടർ എന്ന് ചോദിച്ചാലും ഒരേ സാധനം തന്നെയാണ്. എന്താണ് ഈ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു RMS വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. അതായത് നമ്മുടെ സിനുസോയിഡൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് വേവ് ഫോമിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെയും RMS വാല്യൂവിൻ്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ ഓഫ് ദ സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്താണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്? VRMS ഇൻറ്റു √2 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് VRMSനെ അതേപോലെ തന്നെ എഴുതി. അപ്പോൾ VRMSും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ √2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1.414 ആയിരിക്കും. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ക്രസ്റ്റ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ ഓഫ് ദ ആൾട്ടർനേറ്റിംഗ് സിനുസോയിഡൽ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഫോം ഫാക്ടർ. ഓക്കെ, ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ദി സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം. നമ്മുടെ സിനുസോയിഡൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് വേവ് ഫോമിൻ്റെ RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോ ആണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RMS വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? Vmaxുമായിട്ട് വെച്ച് പറയുമ്പോൾ Vmax ഡിവൈഡഡ് ബൈ √2 ആണ് RMS വാല്യൂ. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് Vmax എന്ന് പറയുന്നത് VRMS ഇൻറ്റു √2 ആണ്. അപ്പോൾ VRMS എന്ന് പറയുന്നത് Vmax ഡിവൈഡഡ് ബൈ √2 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. VRMS എന്ന് പറയുന്നത് Vmax ബൈ √2. ഇതാണ് Vmax ബൈ √2. ആ Vmax ബൈ √2നെയാണ് നമ്മൾ 0.707 VM എന്ന് എഴുതിയത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആവറേജ് വാല്യൂവിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ്? 0.637 VM. നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തതാണ് 0.637 VM എന്നുള്ളത്. ഇത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ VMഉം ക്യാൻസൽ ചെയ്ത് പോവുകയും ഫോം ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് 1.11 എന്ന് കിട്ടുകയും ചെയ്യും. ഫോം ഫാക്ടറിനും ക്രസ്റ്റ് ഫാക്ടറിനും ഒന്നും എന്തില്ല, യൂണിറ്റ് ഒന്നുമില്ല. കാരണം ജസ്റ്റ് റേഷ്യോ മാത്രമാണ്. അപ്പം ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ദി സിനുസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്? ഈ പീക്ക് ഫാക്ടറും അതേപോലെ തന്നെ ഫോം ഫാക്ടറും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തതും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ 2 പോയിൻറ്റ്സും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്ത് നിർത്താം. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ടൈം പീരീഡാണ്. ടൈം പീരീഡ് എന്താണ്? ടൈം ടേക്കൺ ബൈ ദി ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം ടു കംപ്ലീറ്റ് വൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ടൈം ടേക്കൺ ബൈ ദി AC to complete one positive and
1 നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അതായത് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ വേവ് ഫോം എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ക്യാപിറ്റൽ എഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് made by the number of full oscillations made by the waveform in 1 second. Number of oscillations made by the waveform in 1 second. Unit എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്, HZ എന്ന് പറയാം. അപ്പം ഫ്രീക്വൻസിയും ടൈം പീരീഡും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ബൈ ദ വേവ് ഫോം ഇൻ 1 സെക്കൻഡ്. നമ്മുടെ AC സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 50 ഹെഡ്സ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്, 1/f ആണ്. അപ്പോൾ 1/50 എന്ന് പറയുമ്പോൾ 0.02 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ 50 ഹെഡ്സ് ACയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് 0.02 മില്ലി സെക്കൻഡ്സ് അല്ല 0.02 0.02 സെക്കൻഡ്സ് തന്നെയാണ്. ഇതിന് നമുക്ക് മില്ലി സെക്കൻഡ് എഴുതുമ്പോൾ 20 മില്ലി സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. 20 മില്ലി സെക്കൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.